ഹായ്. അഡ്വാൻസിൽ മേരി ക്രിസ്മസ് എല്ലാവർക്കും. കണ്ടില്ലേ? നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് അറ്റ്ലാന്റിസ്, അതായത് പാം ജുമേറയിലെ മോണോറെയിലാണുള്ളത്. നിങ്ങളെ മോണോറെയിലിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഹലോ, ഹായ് അബിയേ, ഒരു ഹായ്. ഫ്രണ്ട്സ്, അപ്പോൾ ദുബായിലെ ഒരു വിസ്മയമാണ് അതാണ് ഈ ഐലൻഡ്. അതായത് സമുദ്രത്തിൽ നിർമ്മിച്ചിരിക്കുന്ന, മാൻമെയ്ഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പാം ഷേപ്പിലുള്ള പാം ജുമേറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറങ്ങാനായിട്ട് ഇതൊരു ലക്ഷറി ഉള്ളൊരു സ്ഥലമാണ്, ഒരു ലക്ഷറി പ്ലേസാണ്, എക്സ്പെൻസീവായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇന്ന് 30 ദിറംസിന് എങ്ങനെ അവിടെ പോയി കറങ്ങിയിട്ട് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദുബായ് വരുന്ന ആർക്കാണെങ്കിലും അധികം ചിലവില്ലാതെ ഈസി ആയിട്ട് 30 ദിറംസിന് പോയിട്ട് വരാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ദുബായിലെ ഏതൊരു മെട്രോ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാലും അവിടുന്ന് ശോഭ റിയാലിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക. നമ്മുടെ നോൾ കാർഡ് ഉപയോഗിച്ച് ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങുക. അവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്കവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്കവിടുന്ന് ട്രാം കിട്ടും. ട്രാമിൽ കയറി, അതായത് റോഡിന് നടുക്കൂടെ പോകുന്ന ഒരു ട്രെയിൻ സിസ്റ്റമാണ് ട്രാം. അപ്പോൾ ട്രാം നമുക്ക് ദുബായ് മെറീന സ്റ്റേഷനാണ് ട്രാം അവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടുന്ന് കയറിയിട്ട് അൽസൂഫിനുള്ള ട്രെയിനിൽ കയറുക. അൽസൂഫിനുള്ള ട്രാമിൽ കയറിയിട്ട് പാം ജുമേറ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. പാം ജുമേറ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുക. ഇറങ്ങിയതിന് ശേഷം മോണോറെയിലിൻ്റെ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ മോണോറെയിലിൻ്റെ സ്റ്റേഷൻ കിട്ടും. മോണോറെയിലിൻ്റെ സ്റ്റേഷനിൽ കയറിയിട്ട് അവിടുന്ന് നമ്മൾ മോണോറെയിലിൻ്റെ ടിക്കറ്റ് എടുക്കണം. 30 ദിറംസിന് പോയി വരാനുള്ള കംപ്ലീറ്റ് ഒരു ടിക്കറ്റ് പാക്കേജ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി മോഡേൺ ട്രാമയിൽ നമ്മൾ ചുറ്റിനും ഫുള്ള് വിൻഡോസും എല്ലാം ഓപ്പൺ ഗ്ലാസ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് റോഡിൽ കൂടെ പോകുന്ന വണ്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു റോഡിൽ കൂടെ പോകുന്ന ഫീലിംഗ് ആണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ ദുബായിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാവുന്നതാണ്. നല്ല രസമാണ് ഈ ട്രാമിൽ യാത്ര ചെയ്യാനായിട്ട്. നല്ല കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് തന്നെ പാം ജുമേറ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള 2 കൂട്ടുകാർ, ഒന്ന് മാത്യുവും അബിയുമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഇന്ന് പാം ജുമേറ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മോണോറെയിലിലോട്ട് കയറുകയാണ്. മോണോറെയിലിലെ ലാസ്റ്റ് സ്റ്റേഷന് വരെ നമുക്ക് പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ സമുദ്രമാണ് ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ മോണോറെയിൽ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റേഷന് വരെ പോയിട്ട് അവിടെയാണ് പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുള്ളത്. റെയിൽ സ്റ്റാർട്ടായി. അപ്പോൾ മോണോറെയിൽ ഇതുപോലൊരു സിംഗിൾ റെയിലിലാണ് ഇത് പോകുന്നത്, ഒരു ട്രെയിൻ. നല്ല രസമാണ് അത് കാണാനും. അപ്പോൾ അതിൻ്റെ മണ്ടക്കൂടി ഇങ്ങനെ നമ്മളെ കുറുകെ കംപ്ലീറ്റ് പാം ജുമേറ കംപ്ലീറ്റ് നമ്മളെ കുറുകെ കൊണ്ടുപോകും ലാസ്റ്റ് വരെ. ലാസ്റ്റ് സമുദ്രത്തിലാണല്ലോ ഈ ഐലൻഡ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ മുഴുവൻ കാണിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളും ഉണ്ട്. നേരെ ഇതിൻ്റെ മുകളിൽ കൂടെ പോയി അങ്ങ് അറ്റ്ലാന്റിസ് ചെല്ലും. എങ്ങനെയുണ്ട് മാത്യു? എൻജോയ് ആണോ? ഫുള്ള് സെറ്റാണോ? വ്യൂ കാണിച്ചോ? അത് കിടുവല്ലേ? ഒരു സമുദ്രത്തിനകത്ത് മണ്ണ് നിറച്ച് ഇതുപോലൊരു ഐലൻഡ് വിശ്വസിക്കാൻ പറ്റുമോ? സെറ്റല്ലേ? ഓ, അടിപൊളി. സമുദ്രത്തിൻ്റെ അകത്താണ് ഇത്. ഓരോ ലൈനായിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ ആ ഷേപ്പിൽ ഓരോ ലൈനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഐലൻഡ് പോലെ. അതിനകത്ത് ഇതാണ് അറ്റ്ലാന്റിസ്. ഗൈസ്, നമ്മൾ ലാസ്റ്റ് പോയിന്റ് എത്തിയത്. ഇത് കഴിഞ്ഞാൽ സമുദ്രം മാത്രമേ ഉള്ളൂ. വണ്ടി നിൽക്കുമോ? അബിയെ, നിന്റെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ഒരു അടിപൊളി, ഞങ്ങളെക്കാട്ടി കുറച്ചുകൂടെ എൻജോയ് ചെയ്താ നീ വന്നല്ലേ? ഓ, ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. നല്ല അടിപൊളിയായിരുന്നു, കാഴ്ചയൊക്കെ സൂപ്പറായിരുന്നു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റിലാണുള്ളത്. അറ്റ്ലാന്റിസ് ആ ഹോട്ടലൊക്കെ ഉള്ള ആ ലാസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്.
ഇതുണ്ടോ അവിടെ അമ്യൂസ്മെന്റ് പാർക്ക് പോലുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ദുബായ് വില്ലാളി വില്ലന്മാർ, ഹലോ. ഗൈസ്, ഈ അറ്റ്ലാന്റിസ് ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമാണ്. ഒരു ഫുൾ ലക്ഷറി സെറ്റപ്പിലാണ് അവരുണ്ടാക്കിയത്. എങ്ങോട്ട് പോയാലും നമ്മൾ ക്യാമറയും ഫോട്ടോ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാനേ തോന്നും. അത്ര മനോഹരമാണ് കേട്ടോ കാഴ്ചകളുടെ. ഹായ്, Merry Christmas. My friend will friend. She will friend. You will see how on social media. Yeah, you will be famous. Famous flower in India. അപ്പോൾ ഇത് ഞങ്ങൾ കുട്ടികൾ ടോയ് സ്റ്റോറിൽ കയറിയിരിക്കുകയാണ്. കുട്ടികളെ ടോയ് സ്റ്റോറി വിട്ട് എങ്ങനെയായിരിക്കും? ആ ഒരു അവസ്ഥ തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങളിപ്പോഴും വളർന്നെന്നൊക്കെ പറഞ്ഞാലുവേ അല്ലേ, ഉള്ളിൽ നിന്ന് ഞങ്ങളൊക്കെ ഹോട്ടൽ പ്ലാൻസ്, അതെ, മനസ്സുകൊണ്ട് വളർന്നിട്ടില്ല. ഇതിന് എന്നാ വിലയായിരിക്കും? 319. പല ഐറ്റംസ് നമുക്ക് അവിടെ കിട്ടത്തുമില്ലായിരിക്കും. കളക്ഷൻസ് 169 അല്ലേ? ഫുള്ളോണാണ് കേട്ടോ. പുള്ളിക്കാരി അതാണ്, പുള്ളിക്കാരി ഫുള്ള് സെറ്റാണ്. ബൈ, നൈസ് ടു സീ യു. ബൈ ബൈ. And there is no barricade that I can tear away. Shoot me down the fire away, away. But I'm a heavyweight. I'm a heavyweight. I'm a heavyweight. ഇവിടെ അറ്റ്ലാന്റിസിൽ നിന്ന് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒന്നുകൂടെ പറഞ്ഞേ, നാണിക്കാ പറയടാ. എങ്ങനെയാ ലാലേട്ടൻ എങ്ങനെയാ ഇത്? ഇവിടെ വന്ന് കണ്ടോ, ഫോട്ടോ എടുക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാം നമ്മളെല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റൈലിലൊക്കെ എടുക്കണം. ലാലേട്ടൻ്റെ സ്റ്റൈലിലൊക്കെ എടുക്കണമെന്നാണ് അഭി പറയുന്നത്. അഭി ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെയാ ലാലേട്ടൻ സ്റ്റൈല്? ഷാരൂഖ് ഖാനോ? ഷാരൂഖ് ഖാൻ സ്റ്റൈൽ. അടിപൊളി അടിപൊളി. നല്ല പെയിന്റിംഗ് ആണോ? കേട്ടോ സൂപ്പർ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വാട്ടർ പാർക്കുണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളും, പിന്നെ ഡോൾഫിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 300, ഏകദേശം ഒരു 300 ചിലവാനാണ് അഡൽട്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. തീ കത്തുന്നു. റിയൽ തീ ആണോ? ഒറിജിനലാണോ? ഓ, ചൂടുണ്ട്, ചെറിയൊരു ചൂടുണ്ട്. ഒത്തിരി ടോയ്സും കാര്യങ്ങളും, സോഫ്റ്റ് ടോയ്സും പരിപാടികളൊക്കെ. കീ ചെയിൻസ്. വെയിറ്റ് ഉണ്ടോ? എത്ര തരം സാർ? ഇത് ഇവിടുത്തെ ചിഹ്നമല്ലേ? ഇവിടുത്തെ UAE കോയിനിലൊക്കെ വരും. ആമയാണ്, ആമ. ഇത് ശരിക്കും സമുദ്രത്തിൻ്റെ ആ ഒരു സൈഡ് ഇവർ ഗ്ലാസ് ഇട്ടതാണോ? അതിന് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയായിരിക്കും അല്ലേ? ഇതെല്ലാം ഐലൻഡ് അല്ലേ? നമ്മൾ നിൽക്കുന്ന എല്ലാം സമുദ്രത്തിൻ്റെ അകത്ത് തന്നെ. നല്ല സ്ഥലമല്ലേ അറ്റ്ലാന്റിസ്? എങ്ങനെ കാണേണ്ട സ്ഥലം അല്ലേ? കൊള്ളാം അല്ലേ?
reasons to doubt, try to keep me down, but I'll put the flame out, you can't get to me. പൊളിയാണ് ഗൈസ്, ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കൊള്ളാം. അപ്പം അഡ്വാൻസിൽ മെരി ക്രിസ്മസ് എല്ലാവർക്കും. ഇതുണ്ടല്ലേ മെരി ക്രിസ്മസ് പറയട്ടെ. ആ മെരി ക്രിസ്മസ്. ഇതേണ്ട നല്ല ഡെക്കറേഷനും അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. Can't tear away, shoot me down to fire away, away, but I'm a heavyweight, I'm a നല്ല ഫ്രീ ആണ്. heavyweight, I'm a heavyweight, I'm a but I'm a heavyweight, I'm a heavyweight. ക്രീഡ് ആണ് പലർക്കും ഇഷ്ടമുള്ളൊരു നല്ലൊരു അടിപൊളി ലക്ഷറി പെർഫ്യൂമാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പെർഫ്യൂം ദാറ്റ് യു ഹാവ്? This section is 3,005. 3,000. Yeah, it's Italian brand. ഇറ്റാലിയൻ ബ്രാൻഡ്. Yeah, we have local brand. ഓക്കെ ഓക്കെ. 3000 ദറസിന് മുകളിൽ വരുന്ന പെർഫ്യൂംസാണ്, ലക്ഷറി പെർഫ്യൂംസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Shoot me down to fire away, away, but I'm a heavyweight, I'm a heavyweight, I'm a heavyweight, I'm a heavyweight. എൻ്റെ പൊന്നോ, വേണ്ട ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ സാധനം കിടക്കുന്നുണ്ടോ? ഇത് ഓണാണല്ലേ? ലാംബോർഗിനി കിടക്കുന്നത്. ഇത് ഏതാടാ? സെറ്റ് സാധനം കേട്ടോ. ഞങ്ങൾ ലാംബോർഗിനി, ദിസ് ഈസ് ദുബായ് മാൻ. ലാംബോർഗിനി ഇങ്ങനെ വഴി കിടക്കുകയല്ലേ, ഒരു മഞ്ഞ ലാംബോ. സെറ്റ് സംഭവമാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അറ്റ്ലാന്റിസിൻ്റെ അകത്തൂടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ബീച്ച് സൈഡിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ട പോലെ കണ്ടില്ലേ, ദുബായിയുടെ പാം ഐലൻഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് ഗൈസ്. അവിടെ ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. ആ ബലൂണിൻ്റെ മണ്ടയ്ക്ക് കയറുകയാണെങ്കിൽ കംപ്ലീറ്റ് കാണാം കേട്ടോ. അറ്റ്ലാന്റിസിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഒത്തിരി കാര്യങ്ങളുണ്ട്, വാട്ടർ സ്പോർട്സും അങ്ങനെ അക്വേറിയം, അങ്ങനെ ഓരോന്നിനും ഓരോ ടിക്കറ്റാണ്. നല്ല രസമല്ലേ? സൂപ്പർ അടിപൊളി, നല്ലൊരു കാറ്റും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. ദുബായ് വരാൻ പറ്റിയൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ചൂടില്ല, ഒന്നുമില്ല, നല്ല ക്ലൈമറ്റ്. അധികം വലിയ തണുപ്പുമില്ല, ചെറിയൊരു വെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു നല്ല പൊളി വൈബാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അറ്റ്ലാന്റിസ്, പാം ഐലൻഡ്, പുറകിൽ സമുദ്രം. എന്തു വേണം? ജീവിതം ജീവിക്കുക ഗൈസ്, ജീവിക്കുക, ജീവിതം ജീവിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. ക്രിസ് ബോർഡോടുകൾ പ്രത്യേകിച്ചുള്ള യാത്ര അടിപൊളി. കൊള്ളാം, സൂപ്പർ. അക്വേറിയം മുതൽ പിന്നെ വാട്ടർ പാർക്ക് ഉണ്ട്, ഡോൾഫിൻ ഷോ ഉണ്ട് അല്ലേ, അങ്ങനെ വേണ്ടിയ പല സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലാതെ ജസ്റ്റ് നമുക്ക് ലാഭത്തിനാണ് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് ആണെങ്കിൽ അല്ലേ 30 ദിറംസിന് മോണോറെയിൽ കയറി ഇവിടെ വരിക, എന്നിട്ട് തിരിച്ചു പോകുക. അപ്പോൾ കംപ്ലീറ്റ് ആ ഒരു 30 ദിറംസിന് മുതലാണ്. 30 ദിറംസിന് ഓക്കെയാണ്, മുതലാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആ ഒരു പാം ഐലൻഡ് ജുമേറ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് കാണാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.